أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن خاف من موص جنفا أو إثما فأصلح بينهم فلا إثم عليه إن الله غفور رحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ ആയത്ത് 183. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഇനി വസിയത്ത് ചെയ്യുന്ന ആളിൽ നിന്ന് വല്ല ഭക്ഷാഭേദമോ അനീതിയോ വന്നു പോകുമെന്ന് വല്ലവനും ഭയപ്പെടുകയും തന്നിമിത്തം അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവന് കുറ്റമൊന്നുമില്ല. നിശ്ചയമായും അള്ളാഹു വളരെ പുറത്തു കൊടുക്കുന്നവനും കരുണാമയനുമാകുന്നു. സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, ഇവിടെ അള്ളാഹു പറയുന്നത് മൂസി തൻ്റെ വസിയത്തിൽ എന്തെങ്കിലും പോരായ്മ വരുത്തുന്നുണ്ടെന്നും അത് ഭാവിയിൽ തർക്കങ്ങൾക്കോ ഫിത്നയ്ക്കോ കാരണമാകുമെന്നും ആർക്കെങ്കിലും ബോധ്യപ്പെട്ടാൽ അയാൾ അവകാശികളെ ഒന്നിപ്പിക്കുകയും അവർക്കിടയിൽ അനുരഞ്ജനമുണ്ടാക്കുകയും ചെയ്യുന്നതിൽ കുറ്റമൊന്നുമില്ല. ഹുസൂർ പറയുന്നു, ശരീഅത്ത് അനുസരിച്ചാണ് സ്വത്ത് വിഭജിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവകാശികൾക്ക് നഷ്ടം സംഭവിക്കുവാൻ സാധ്യത ഉണ്ടാകുക എന്ന് ചിന്തിക്കരുത്. കാരണം വസിയത്ത് ചെയ്യുമ്പോൾ ശരീഅത്ത് നിയമങ്ങൾ പാലിച്ചാൽ പോലും ചിലപ്പോൾ ചില കുറവുകൾ സംഭവിക്കാം. ഉദാഹരണത്തിന്, ഒരാൾ തൻ്റെ സ്വത്തിൻ്റെ 1/3 ഭാഗം മറ്റൊരാൾക്കായി വസിയത്ത് ചെയ്യുന്നു. അവശേഷിക്കുന്ന സ്വത്ത് വിഭജിക്കുമ്പോൾ മറ്റ് അനന്തരാവകാശികൾക്ക് ലഭിക്കുന്നത് വളരെ ചെറിയൊരു വിഹിതമാണെങ്കിൽ അത് അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നതായിരിക്കും. ഇത്തരം സാഹചര്യത്തിൽ വസിയത്ത് ചെയ്യുന്ന വ്യക്തിയും അവകാശികളും തമ്മിലോ അല്ലെങ്കിൽ വസിയത്തിലൂടെ ആനുകൂല്യം ലഭിക്കുന്നവരും മറ്റ് അനന്തരാവകാശികളും തമ്മിലോ ഒരു ധാരണയുണ്ടാക്കുന്നത് നല്ലതാണ്. പരസ്പര സമ്മതത്തോടെ അവകാശങ്ങൾ ക്രമീകരിക്കുന്നത് ഒരു പാപമാകുകയില്ല. വസിയത്ത് ചെയ്യുന്ന വ്യക്തിയും അയാൾക്ക് പ്രിയപ്പെട്ടവരോ അല്ലാത്തവരോ ആയ അവകാശികളും തമ്മിൽ തർക്കമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. രണ്ടാമത്തെ സാഹചര്യം, വസിയത്ത് തയ്യാറാക്കുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷിയോട് അനീതി കാണിക്കുന്നുണ്ടെന്ന് അത് എഴുതുന്നയാൾക്ക് സാക്ഷിക്ക് തോന്നിയാൽ, ഉദാഹരണത്തിന് ചില അവകാശികളോട് വ്യക്തിപരമായ പിണക്കം കാരണം അവരുടെ വിഹിതം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എഴുതുന്നയാൾ മൂസിക്ക് അത് മനസ്സിലാക്കി കൊടുക്കുകയും അത് തിരുത്തി കൊടുക്കുകയും വേണം. മരിക്കുന്ന വ്യക്തിയും അനന്തരാവകാശികളും തമ്മിൽ രഞ്ജിപ്പുണ്ടാക്കുന്നത് നല്ല കാര്യമാണ്. അള്ളാഹു തീർച്ചയായും ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാകുന്നു. തുടർന്ന് ഹുസൂർ പറയുകയാണ്, ഇതിന് മുൻപുള്ള ഒരായത്തിൽ അള്ളാഹു പറയുന്നു, ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅഹു ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു. അതായത് അള്ളാഹു പറയുന്നു, വസിയത്ത് കേട്ടതിനു ശേഷം അതിൽ മാറ്റം വരുത്തുന്നത് വലിയ പാപമാണ്. അതുകൊണ്ട് തന്നെ വസിയത്തിൽ അബദ്ധങ്ങൾ കണ്ടാൽ പോലും അത് മാറ്റുന്നത് പാപമാകുമോ എന്ന് ഭയഭക്തിയുള്ളവർ സംശയിച്ചേക്കാം. അവരുടെ ആ ഭയം നീക്കം ചെയ്യാനാണ് അള്ളാഹു ഇവിടെ ഫലാ ഇസ്മ അലൈഹി, അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇതൊരു പുണ്യപ്രവൃത്തിയാണ്. ഇത് നിങ്ങളെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് പാത്രമാക്കുകയും ചെയ്യും. ഈ ആയത്തിൻ്റെ അവസാനത്തിൽ വന്നിരിക്കുന്നു, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അതായത് അള്ളാഹു പുറത്തു കൊടുക്കുന്നവനും കരുണാമയനുമാകുന്നു. അള്ളാഹു എങ്ങനെയാണ് ഗഫൂറും റഹീമുമാകുന്നത്, എങ്ങനെയാണ് പുറത്തു കൊടുക്കുന്നവനും കരുണാമയനുമാകുന്നത് എന്ന് വിശദീകരിച്ചു കൊണ്ട് ഹുസൂർ പറയുന്നു, അതായത് വസിയത്തിൽ തെറ്റ് വരുത്തിയ ആൾ അത് തിരുത്താൻ തയ്യാറായാൽ അള്ളാഹു അത് പുറത്തു കൊടുക്കും. ഈ ശുപാർത്തയാണ് ഗഫൂർ എന്ന സിഫത്തിലൂടെ അള്ളാഹു ഇവിടെ നൽകുന്നത്. അതുപോലെ മറ്റുള്ളവർക്കിടയിൽ ഇടപെട്ട് വസിയത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നവർക്ക് അള്ളാഹു അതിൻ്റെ പ്രതിഫലവും നൽകുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അള്ളാഹു തൻ്റെ റഹീമിയത്ത്, അതായത് കരുണാനിധി എന്ന സിഫത്ത് പ്രകടമാക്കിപ്പിക്കുക. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.